എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നോസ് ചെറി പിക്സ്. പഴം ഏത്തപ്പഴമൊക്കെ ഒരുപാട് അങ്ങ് പഴുത്ത് കറുത്ത് പോകുമ്പോൾ നമുക്കത് കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ല അടിപൊളി സ്നാക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ അപ്പം സമയമില്ലാന്ന് വെച്ചാൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചോളൂ. പിന്നീട് എടുത്ത് നമുക്ക് ജസ്റ്റ് എല്ലാം കൂടെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കേണ്ട താമസമേ ഉള്ളൂ. അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെയും ബോണ്ടയുടെയൊക്കെ ഒരു മിക്സ്ഡ് ടേസ്റ്റാണ്. എന്നാൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കാൽഭാഗം പാടുപോലില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഓവറായിട്ട് അങ്ങ് പഴുത്ത് പോയ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ചീഞ്ഞതല്ല കേട്ടോ. ഒരുപാട് പഴുത്തുനിന്ന് കാണുവാണെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് ചീഞ്ഞു പോകില്ല. ഇതിന് പകരം ഒരുപാട് അങ്ങ് പഴുത്തു പോയ സാധാരണ പഴവും എടുക്കാവുന്നതാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല മധുരത്തിലുള്ള പഫാണ് വേണ്ടതെന്ന് വെച്ചാൽ 1/2 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൊത്തം 300 ml ആണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ചൂടോടെയാണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത്. പകുതി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ പഴം നല്ലപോലെ ഉടച്ചതിന് ശേഷം പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കി പാലും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇൻസ്റ്റൻറ്റ് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടുവെള്ളത്തിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല പതച്ച് വരും. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ നിന്നിപ്പോൾ ഇൻസ്റ്റൻറ്റ് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത് സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ വെനില എസൻസോ എക്സ്ട്രാക്റ്റോ ചേർത്ത് കൊടുക്കാം. ഇതിലൊന്നേ കൈയുള്ളൂ എന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 നിറഞ്ഞ കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു തടി വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താലും മതി. ഒരുപാടങ്ങ് വെള്ളം പോലത്തെ ബാറ്റർ അല്ല, എന്നാലും ചപ്പാത്തി പോലെ കട്ടിയായിട്ടുള്ള ബാറ്റർ അല്ല. അത് ഒരു പരുവത്തിന് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ലൂസാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മൈദ ചേർത്ത് കൊടുക്കുക. ഒരുപാട് കട്ടിയായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് 1 മണിക്കൂർ ഇതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. എന്ത് എളുപ്പമാണെന്ന് നോക്കിയാൽ ജസ്റ്റ് ഇത് ഇവിടെ ഇരുന്ന് തന്നെ ഒന്ന് ഫെർമെൻറ്റ് ആയിക്കോളും. ഈ സമയത്ത് നമ്മുടെ മാവിന് ചൂട് കുറച്ച് വേണം. ചെറിയ ചൂടുള്ള മാവ് വേണം നമ്മളിങ്ങനെ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാനായിട്ട്. ഒരുപാട് അങ്ങ് തണുത്തതാവരുത്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഇങ്ങനെ ഒഴുകി പോകാത്ത രീതിയിലുള്ളൊരു ബാറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ നല്ലപോലെ അങ്ങ് പതച്ച് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോഴും ഇതുപോലെ തന്നെ ഉള്ളൊരു ബാറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത്രേ ഉള്ളൂ കാര്യം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എണ്ണ ചൂടായെന്നറിയാനായിട്ട് ആദ്യം കുറച്ച് മാവൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് പൊങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായെന്നാണ് അർത്ഥം. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടും ഇത് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ആഫ്രിക്കക്കാരുടെ സ്നാക്കാണ് കേട്ടോ. പഫ് എന്ന് പറയും. അപ്പോൾ ഇത് അവരെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് ഞാൻ ഉടനെ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലത്തെ ഒരു കുഴുത്തുള്ള സ്പൂൺ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ആദ്യം ഒരു വെള്ള കളറിലായിരിക്കും, പിന്നീട് അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വീർത്ത് വരും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രം അങ്ങ് കറുത്ത് പോകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രഡീഷണലി ആഫ്രിക്കൻസ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. നമ്മുടെ തള്ളവിരലിൻ്റെയും ബാക്കി വിരലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ ഞെക്കി അവർ ചേർത്ത് കൊടുക്കും. ഇനി അവർ ബനാന പഫ് എന്നാണ് പറയുന്നത്, പ്ലാന്റെയിൻ പഫ് എന്ന്. ചിലരൊക്കെ ഇതിൽ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്, ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ട്. ഞാനിവിടെ പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു സ്ക്വയർ വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് ഒരു സൈഡ് മാത്രം കരിഞ്ഞു പോകും. നിങ്ങൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ വെക്കുക. കാരണം ഒരുപാട് അങ്ങ് എണ്ണ ചൂടായിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ മധുരം കുറച്ചുണ്ടാക്കുകയെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഡസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ന്യൂട്ടെല്ലയുടെയോ പീനട്ട് ബട്ടറിൻ്റെയോ ഒക്കെ കൂടെ കൊടുക്കാവുന്നതാണ്. മിൽക്ക് മെയ്ഡിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാനും ഒക്കെ അടിപൊളിയാണ്. വെറുതെ കഴിക്കാനും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിന് മുന്നേയും കറുത്തുപോയ നേന്ത്രപ്പഴം വെച്ചിട്ട് വേറൊരു സ്നാക്ക് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും.
അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ അല്ല വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.